പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇപ്പൊ നമ്മൾ പട്ടിണിയാണെന്ന് വിചാരിക്കുക. നമ്മുടെ പട്ടിണിത്തെ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളൊക്കെ ഇല്ലായ്മക്കാരാണെന്ന് വിചാരിക്കുക. നമ്മുടെ ഇല്ലായ്മ ഒരു ദിവസം ദൈവം പരിഹരിക്കുകയാണെങ്കിൽ അപ്പം തന്നെ പരിഹരിക്കണ ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടിയതിൻ്റെ പങ്ക് മറ്റുള്ളവർക്ക് കൊടുക്കുമെങ്കിൽ കർത്താവ് ഇന്ന് അത്ഭുതം പ്രവർത്തിക്കും. പറഞ്ഞാൽ മനസ്സിലായില്ലേ? നമ്മൾ പട്ടിണിയും പ്രവട്ടവും കഷ്ടപ്പാടും ഒക്കെ ആയിട്ട് പോവുകയാണ്. പക്ഷേ നിങ്ങളെ ഒന്ന് നേരെ നിൽക്കാൻ തല പൊങ്ങാൻ കർത്താവ് അനുവദിച്ചാൽ നിങ്ങൾ അതേസമയം തന്നെ മറ്റുള്ളവർ എല്ലാവരെയും സഹായിക്കുമെന്നുണ്ടെങ്കിൽ കർത്താവ് നിങ്ങളെ ഇന്ന് അനുഗ്രഹിക്കും. അത് വചനം ഏതാണെന്ന് അറിയാവോ? അതായത് 5:7 ടേക്ക് ദ ബെഡ് ഫോർ ലൂക്കാസ് സുവിശേഷം ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ സ്തുതി ഹല്ലേലൂയ. ലൂക്കാ 5:7 അവർ മറ്റേ വെള്ളത്തിൽ ഉണ്ടായിരുന്ന കൂട്ടുകാരെ ആംഗ്യം കാണിച്ച് സഹായത്തിന് വിളിച്ചു. അവർ അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവർ വള്ളത്തിന് പണിയൊന്നുമില്ലാതെ വിഷമിക്കുകയാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞു വലതുവശത്ത് വലയിറക്കുക, അപ്പം കിട്ടുമെന്നിരിക്കും. കിട്ടിയപ്പോൾ വല തകൃതിയായി കിട്ടിയത് എന്തുകൊണ്ടാണ് തകൃതിയായി? അതായത് ഒരു വള്ളത്തിനല്ല കൊടുത്തിരിക്കുന്നത്, 2 വള്ളത്തിനും കൂടി കൊടുത്തിരിക്കുക. അടുത്തുള്ള വള്ളങ്ങൾക്കെല്ലാം വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത് കർത്താവ്. അവർക്കത് മനസ്സിലായത്. പക്ഷേ നമ്മുടെ ഒരു വീടിന് വേണ്ടി മാത്രമല്ല ദൈവം അനുഗ്രഹിക്കണത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ അമ്മയുടെ അനിയത്തിമാർ, ചേട്ടത്തിമാർ, ചേട്ടന്മാർ, അയൽവാസികൾ, അന്യമതസ്ഥർ, അയൽവാസികളുമായി നമ്മുടെ നാട്ടിൽ നമ്മുടെ കൂടെ താമസിക്കുന്ന പാവപ്പെട്ടവർ എല്ലാവരെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് ദൈവം നമ്മൾ അനുഗ്രഹിക്കണത്. ഈ ഒരു ബോധം ഉണ്ടാകണം. കിട്ടിയെന്ന് പറഞ്ഞ് നമ്മൾ മാത്രം എടുത്തുകൊണ്ട് അണ്ണാക്കിലോട്ട് കയറ്റി കഴിഞ്ഞാൽ ദൈവം പിന്നെ കാലണ കാശൊക്കെ തരത്തില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ മൈൻഡ് സെറ്റ്, ദൈവത്തിൻ്റെ മനസ്സറിയണം. ഇല്ലായ്മയാണ് വല്ലായ്മയാണെന്ന് കണ്ടാൽ ദൈവം തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കുമ്പോൾ തരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടതിനേക്കാൾ കൂടുതൽ തരുന്നതിൻ്റെ കാരണം മറ്റുള്ളവരെ സഹായിക്കാൻ തന്നെയാണ്. അതാ വചനം പറഞ്ഞത്. അവർ മറ്റു വള്ളക്കാരെ ആംഗ്യം കാണിച്ച് വിളിച്ചു. ആംഗ്യം കാണിച്ച് വിളിക്കേണ്ടി വന്ന സാഹചര്യം എന്താണ്? ഇവർക്ക് എടുത്താൽ പൊങ്ങാത്ത കൊണ്ടാണ്. എന്താ എടുത്താൽ പൊങ്ങാത്ത വന്നത്? അവർക്കുള്ളത് കൂടി കൊടുത്തത് കൊണ്ടാണ് ഇവർക്ക് പൊങ്ങാൻ പറ്റും. പക്ഷേ അവരത് മനസ്സിലാക്കി. എടുത്താൽ പൊങ്ങാത്ത സംഭവമാകുമ്പോൾ അവർക്കുള്ളത് കൂടി ഇതിനകത്തുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവരത് കൊടുത്തു. അവരുടെ മറ്റു വള്ളങ്ങളെ മുങ്ങാറാകുളം നിറച്ച്. അപ്പോൾ ദൈവത്തിനറിയാം ഇവരങ്ങനെ ചെയ്യുമെന്നറിയാം. നിൻ്റെ സഹോദരനെ ശത്രുവിനെ പോലും നീ നാളെ സന്ധിക്കുമെന്ന് ദൈവത്തിന് അറിയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു മനസ്സിലോട്ട് നീ മാറുകയാണ്, ഉടമ്പടി പ്രകാരം മാറുകയാണെങ്കിൽ ദൈവപൈതലേ ഇന്ന് ഈ രാത്രി നിൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കും. നീ ഒരു തീരുമാനം എടുക്കണം. ഇന്നൊരു തീരുമാനം എടുക്കണം. ദൈവത്തിന് മനസ്സറിഞ്ഞുകൊണ്ട് സുവിശേഷം ജീവിച്ചുകൊണ്ട് സുവിശേഷത്തിൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തിന് സാക്ഷിയായി ഉടമ്പടി പ്രകാരം എന്നെ ഉയർത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. സൽക്കർമ്മങ്ങളിൽ സ്ഥിരതയോടെ നിന്ന് ഈ ആരാധനയിലൂടെ കൃപയാകണമേ. നടന്ന ദൈവത്തിൻ്റെ മനസ്സലിവിൻ്റെ അനുകമ്പാരിതമായ പരസ്നേഹ ഉപവിപ്രവർത്തനങ്ങൾ എല്ലാ കാലങ്ങളിലും സൂര്യൻ അസ്തമിക്കണവരെ നടക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് കർത്താവ് പറഞ്ഞത്. എന്താണ്? ഞാൻ പോയാലും നിത്യത്തിലേക്ക് പോയാലും ഞാൻ അരൂപിയിൽ ആത്മാവിൽ നിങ്ങളുടെ കൂടെ വസിക്കുമ്പോഴും നിങ്ങളിവിടെ ഉണ്ടായിരിക്കുന്ന കാലം എന്ത് ചെയ്യണം? ഇത് നിങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കണം. രോഗിയെ കാണുമ്പോഴും ഇല്ലായ്മയെ കാണുമ്പോഴും വരയമയെ കാണുമ്പോഴും നിങ്ങൾ അവരെയെല്ലാം ഞാനാണെന്ന് കരുതിക്കൊണ്ട് എൻ്റെ മനസ്സലിവ് ഈ കാലഘട്ടങ്ങളിൽ എന്നെ സ്വീകരിക്കുന്നവരിലൂടെ ഇതിൽ നിന്ന് മറ്റവരിലേക്ക് പകർന്നുകൊണ്ട് ഇരുന്നുകൊണ്ട് ഈ ലോകം മുഴുവനും സ്നേഹത്തിൻ്റെ അനുകമ്പയുടെ ഉപവിയുടെ ദൈവരാജ്യമായി മാറണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കർത്താവ് സംസാരിച്ചത്. മത്തായിയുടെ സുവിശേഷം 25:35 ശ്രദ്ധിക്കട്ടെ. 25:35 മുതലുള്ള തിരുവചനങ്ങൾ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു.
ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. ആർക്കെല്ലാം എന്തെങ്കിലും ചെയ്തോ, ആരെല്ലാം പട്ടിണിയും പരിവട്ടവും വിഷമവും വേദനയും കാരാഗ്രഹവുമായിട്ട് ഇവിടെ ജീവിക്കുന്നുണ്ട്, കണ്ണിൽ നിന്ന് കണ്ണീര് പൊടിയുന്നുണ്ട്, അവരെല്ലാം ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യരാശിയുടെ കണ്ണീരിനോട് മാനുഷികമായ അജ്ഞതായിട്ട് പുലർത്താൻ വേണ്ടി മനുഷ്യാവതാരം ചെയ്തവൻ ഇന്ന് നിന്റെ കൂടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ കൈയായി കാലായി അവനായി നീ തുടരേണ്ട സുവിശേഷ ജോലിയാണ് ഉടമ്പടി നിന്നെ ഏൽപ്പിക്കുന്നത്. കൈ അടിച്ചു കിടത്താൻ ഒരുമിച്ച് പാടാൻ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ഈ കാലഘട്ടങ്ങളിൽ അങ്ങയുടെ കൈയായും കാലായും പ്രവർത്തിക്കുവാൻ ഈ ഉടമ്പടി ആരാധനയിലൂടെ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ കൈയടിച്ചുകൊണ്ട് സന്തോഷത്തോടെ അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറവേ അവൻ കയറ്റി നിൽക്കും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറവേ അവൻ കയറ്റി നിൽക്കും. ക്ലേശകാലത്ത് കൂടാതെ എന്നെ പ്രിയരെന്നെ മറക്കും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറവേ അവൻ കയറ്റി നിൽക്കും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറവേ അവൻ കയറ്റി നിൽക്കും. ക്ലേശകാലത്ത് കൂടാതെ എന്നെ പ്രിയനെന്നെ മറക്കും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറവേ അവൻ കയറ്റി നിൽക്കും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറവേ അവൻ കയറ്റി നിൽക്കും. അവൻ കയറ്റി നിൽക്കും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ താലന്തുകളെയും പ്രതിയും നന്ദി പറയുന്നു. യേശുവേ അത് വെച്ച് കൃപ സമ്പാദിക്കുവാൻ, യേശുവേ കൃപാവര പ്രവൃത്തികൾ ചെയ്യുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ യേശുവേ ആരാധന. ഹല്ലേലൂയ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, രോഗമുള്ളിടത്ത് കൈകൾ വെച്ചുകൊണ്ട് കൃപാസനത്തിന് ഈശോ തന്ന ഏറ്റവും വലിയ അഭിഷേകത്തിൻ്റെ ഒരു പ്രാർത്ഥനാ രൂപമാണ് രോഗമുള്ളിടത്ത് കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നത്. അനേകം മക്കളാണ് ഈ സമയത്ത് തീർത്ഥാടനത്തിൽ ഇവിടെ ഇരിക്കുന്നവരും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും. അവരെപ്പോഴാണ് ഈ ആരാധന കൂടാൻ സൗകര്യം കിട്ടുന്നത് അപ്പോഴൊക്കെ അവർ സൗഖ്യപ്പെടുന്ന സന്ദേശങ്ങൾ സാക്ഷിയുടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് കേട്ടിട്ടുണ്ട്, യൂട്യൂബിലുണ്ടത്. അതുകൊണ്ട് തന്നെ ആ ഒരു ബോധത്തിലും വിശ്വാസത്തിലും വേണം നിങ്ങൾ കൈവെക്കാൻ. നിങ്ങൾ കൈവെക്കുമ്പോൾ കർത്താവിൻ്റെ ആണിപ്പെടുത്താവുന്ന അത്ഭുതകരമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ കൈകൾ പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ കൈകളെ അങ്ങയുടെ ആണിപ്പെടുതാർന്ന അത്ഭുതകരങ്ങളായി അങ്ങ് മാറ്റണമേ. കർത്താവേ, കാറ്റിനെ ശാസിച്ച അങ്ങയുടെ കരങ്ങള് എൻ്റെ രോഗമുള്ളിടത്ത് ഇപ്പോൾ വയ്ക്കണമേ. കർത്താവേ, ലാസനെ ഉയർപ്പിച്ച അങ്ങയുടെ ശക്തമായ കരങ്ങള് എൻ്റെ രോഗമുള്ളിടത്ത് ഇപ്പോൾ വെക്കണമേ. അന്തന്റെ കണ്ണിനെ സ്പർശിച്ച അങ്ങയുടെ കരുണയുടെ കരങ്ങള് എന്റെ രോഗമുള്ളിടത്ത് ഇപ്പോൾ വെക്കണമേ. കാനായിലെ വെള്ളത്തെ വീഞ്ഞാക്കിയ അങ്ങയുടെ ആശീർവാദ കരങ്ങള് ഇപ്പോൾ എന്റെ മേൽ
വയ്ക്കണമേ. പാപങ്ങളെ എഴുതി തള്ളിക്കൊണ്ട് പാപിനിയോട് സംസാരിച്ചപ്പോഴ് നിലത്തെഴുതിയ കർത്താവേ, അങ്ങയുടെ പാപക്ഷമയുടെ കരങ്ങളെ ഇപ്പോൾ എന്റെ മേൽ വെക്കണമേ. അഞ്ചപ്പത്തെ ആശീർവദിച്ച് 5000 പേർക്കായി വിളമ്പിയ കർത്താവേ, അങ്ങയുടെ അപ്പത്തെ ആശീർവദിച്ച കരങ്ങള് എന്റെ ജീവിത ആവശ്യങ്ങളുടെ മേൽ ഇപ്പോൾ വെക്കണമേ. കർത്താവേ, ചെകിടനെ തുറക്കപ്പെടട്ടെ കൽപ്പിച്ചുകൊണ്ട് ചെവികളിലെ വയ്ക്കപ്പെട്ട അങ്ങയുടെ സൗഖ്യ കരങ്ങള് എന്റെ ശരീരത്തിലെ രോഗമുള്ളെടുത്ത് ഇപ്പോൾ വെക്കണമേ. ഉച്ചി മുതല് കാൽ വരെ അർശസ് രോഗങ്ങള്, അൾസർ രോഗങ്ങള്, വെരിക്കോസിന് അസുഖങ്ങള്, രോഗങ്ങള്, രോഗങ്ങള്, ആന്തരിക സൗഖ്യങ്ങള്, അവയവങ്ങളുടെ സൗഖ്യങ്ങള്, ശ്വാസകോശ രോഗങ്ങള്, TB രോഗങ്ങള്, തൈറോയ്ഡ് രോഗങ്ങള്, സിസ്റ്റ് രോഗങ്ങള്, കല്ലുണ്ടാകുന്ന രോഗങ്ങള്, മരവിപ്പ് രോഗങ്ങള്, വാതരോഗങ്ങള്, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ക്ലേശകാലത്ത് പ്രിയരെന്നെ മറക്കും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ അവൻ കയറ്റി നിൽക്കും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ അവൻ കയറ്റി നിൽക്കും. ക്ലേശകാലത്ത് കൂടാരമേ പ്രിയരെന്നെ മറക്കും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ അവൻ കയറ്റി നിൽക്കും. അവൻ കയറ്റി നിൽക്കും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൈകൾ കൂപ്പി കർത്താവിനെ തന്നെ നോക്കിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കണം. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ഈ പ്രാർത്ഥന കൂട്ടായ്മയില് ഓൺലൈനായി പ്രാർത്ഥിക്കുന്നവരല്ല അവരേതെല്ലാം കാലത്ത് എന്തിനെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചാലും ഈ പ്രാർത്ഥനയുടെ ശക്തിവിശേഷം അവർക്ക് അനുഭവപ്പെടുവാൻ അമ്മേ പരിശുദ്ധമ്മേ, എല്ലാവർക്കും വേണ്ടി സ്വർഗീയ നിമിഷങ്ങളിലെ വഹിക്കണമേ. മക്കളില്ലാത്തവര്, സ്ത്രീ സണ്ടത്വമുള്ളവര്, പുരുഷ സണ്ടത്വമുള്ളവര് കർത്താവേ അങ്ങ് സ്പർശിക്കണമേ. ജീവനമായിട്ടുള്ള ശക്തിവിശേഷം അങ്ങിലേക്ക് അങ്ങിൽ നിന്ന് ഒഴുകട്ടെ. മക്കളില്ലാത്തവർക്ക് ഈ നിമിഷം കുഞ്ഞുങ്ങൾ ജനിക്കാൻ ലഭിക്കട്ടെ. ക്ലേശകാലത്ത് പ്രിയരെന്നെ മറയ്ക്കും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ അവൻ കയറ്റി നിൽക്കും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ അവൻ കയറ്റി നിൽക്കും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്
അച്ഛനോട് ചേർന്ന് പ്രാർത്ഥി. കർത്താവ് ദൈവമേ, ജോലി ഇല്ലാത്തവരെ, തടസ്സമുള്ളവരെ, PR കിട്ടാത്തവരെ, പരീക്ഷയിൽ ആദ്യം തോറ്റവരെ, റീവാലുവേഷൻ കൊടുത്തവരെ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ, ഇന്റർവ്യൂവിന് പോകാൻ പോകുന്നവരെ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ, എല്ലാവരുടെ മേലും കർത്താവിന്റെ സംരക്ഷണം നിറയട്ടെ. ആരാധനയോടെ നീങ്ങിപ്പോകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ അവൻ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ അവൻ കയറ്റി നിർത്തും. പ്രാർത്ഥി. കർത്താവ് ദൈവമേ, കടങ്ങളുള്ളവരെ, ജപ്തി നടപടിയെ, സങ്കടം അനുഭവിക്കുന്നവരെ, ഭയപ്പെടുന്നവരെ, പരിഹരിക്കാൻ മാർഗമില്ലാത്തവരെ, വിൽക്കാൻ പറ്റാത്തവരെ, വിൽക്കാൻ ആഗ്രഹിക്കുന്നവരെ, എല്ലാവരുടെ മേലും സമാശ്വാസത്തിന്റെ പുതിയ വഴികള് ചൂണ്ടിക്കാണിക്കണമേ. പുതിയ വഴികൾ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. ജീവസന്ധാരണത്തിന് ആവശ്യമായിട്ടുള്ള വഴികൾ തുറന്നു തരണമേ. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ അവൻ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ അവൻ കയറ്റി നിർത്തും. പിതാവായ ദൈവമേ, മക്കളില്ലാത്തവര്, ഓട്ടിസമുള്ളവര്, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങള്, ബ്രെയിനിൽ വെള്ളം കെട്ടി കിടക്കുന്ന കുഞ്ഞുങ്ങള്, വളർച്ചയില്ലാത്ത കുഞ്ഞുങ്ങള്, ബുദ്ധിബോധമില്ലാത്ത കുഞ്ഞുങ്ങള്, കർത്താവിന്റെ കാരുണ്യ മധ്യസ്ഥതയില് ഉടമ്പടിയെടുത്ത് പോയ എല്ലാവരിലേക്ക് ആവശ്യിക്കട്ടെ. വൈരാഗ്യങ്ങള്, ശത്രുതകള്, എടുക്കാത്ത അവസ്ഥകള് യേശുവിന്റെ നാമത്തിൽ വീര്യമാകട്ടെ. യേശുകാലത്ത് മറയ്ക്കും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ അവൻ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ അവൻ കയറ്റി നിർത്തും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കർത്താവായ ദൈവമേ, വിവാഹബന്ധം വേർപെടാൻ പോകുന്നവര്, കോടതി കേസ് കിടക്കുന്നവര്, ജീവിത പങ്കാളി ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹമുള്ളവര്, അവരുടെ മേലെ ആരാധനയിലെ കാരുണ്യം വർഷിക്കണമേ. തകർന്നിരിക്കുന്ന എല്ലാ മക്കളെയും ഈ ആരാധനയിലൂടെ കുട്ടി യോജിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാക്ഷികളാക്കി ഉയർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൗന പ്രാർത്ഥനയുടെ സമയമാണ്. എന്തെങ്കിലും കാര്യം അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മക്കൾ ഇപ്പോഴേ മൗനമായി പ്രാർത്ഥിക്കേണ്ടതാണ്. മാതാവിൻ്റെ മധ്യസ്ഥയിൽ ഈശ്വരാധനയും ജ്വലിച്ച് നിൽക്കുന്ന വലിയ ദൈവിക സ്വർഗീയ നിമിഷങ്ങൾക്ക് നിങ്ങൾ തന്നെ സമർപ്പിക്കുക.
എല്ലാവരും കൈകൾ കുപ്പി ഭക്തിയോടെ മുട്ടൻ നിൽക്കുക. ഈശോ നിങ്ങളെ ആശീർവദിക്കുന്ന സമയമാണ്. ഓൺലൈനിലുള്ളവരും ശ്രദ്ധയോടെ മുട്ടൻ നിൽക്കുക. കൈകൾ കുപ്പി ശിരസ് നമിച്ച് കർത്താവിൻ്റെ ആശീർവാദം സൗഖ്യമായി, ധൈര്യമായി, കൃപയായി, വിടുതലായി പ്രാപിക്കുക. ശ്രദ്ധിക്കട്ടെ. ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്ക് ആരാധന. ആവേ 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 മരിയ, ആവേ ആവേ സുപ്രധാനമായ 3 അറിയിപ്പുകളാണ്. ഒന്നാമത്തെ അറിയിപ്പ്, ലോകത്തിലെ എല്ലാവർക്കും, പ്രശ്നങ്ങളുള്ള എല്ലാവർക്കും, പ്രയാസവും വിഷമതകളുമുള്ള എല്ലാവർക്കും ഒരുപോലെ സഹായകമായ ഒരറിയിപ്പാണ്. അതായത് നമ്മൾ ഉടമ്പടി ഇവിടെ നടക്കുന്ന മാതാവിൻ്റെ തിരുസന്നിധിയിൽ 10,000 കണ്ണുനീരോടെ വന്ന് ആശ്വാസം പ്രാപിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ അത്ഭുതമായ മരിയൻ ഉടമ്പടി ഇനി ലൈവായിട്ട് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഒരുമിച്ച് കാണാൻ പറ്റും. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അപ്പോൾ തന്നെ ആർക്കായാലും ഇത് 24 hours ലൈവാണ്. രാത്രിയിൽ കൃപാസന മാതാവിൻ്റെ തിരുസ്വരൂപം മൊബൈലിൽ തുറന്നാൽ ലൈവായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് കാലഘട്ടത്തിലാണെങ്കിലും ഏത് സമയത്തും ഇൻ്റർവ്യൂ, ടെസ്റ്റ്, അതുപോലെ തന്നെ പരീക്ഷ, പഠനം, കോടതി കേസ്, അതുപോലെ തന്നെ കുടുംബ സങ്കടങ്ങൾ, ആ സമയത്തെല്ലാം ഓൺലൈനായിട്ട് അതേ സമയം തന്നെ നിങ്ങൾക്ക് മാതാവിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിച്ച് നിയോഗങ്ങൾ എഴുതിയും ടൈപ്പ് ചെയ്തും സമർപ്പിക്കാൻ പറ്റും. അതൊരു വല്ലാത്ത ആശ്വാസം. കാര്യം ചിലരൊക്കെ ഞങ്ങളോട് കംപ്ലൈൻറ്റ് ചെയ്യണത്, നമുക്ക് ഓൺലൈൻ ഉടമ്പടിയുണ്ട്, നൈറ്റ് ആൻഡ് പെർ റിക്വസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് നമ്മളൊരാളെ ഇരുത്തിയാണ് അത് ആക്ടിവേറ്റ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ 6 മണിക്കൂറൊക്കെ ഗ്യാപ്പ് വരുന്നുണ്ട്. അവരുടെ പ്രാർത്ഥന സ്വീകരിച്ച് ഇവിടെ ആക്ടിവേറ്റ് ചെയ്തെടുക്കാൻ ആ ഒരു തടസ്സമാണ് ഇപ്പോൾ മാറുന്നത്. ഇപ്പം സ്വാഭാവികമായി നിങ്ങൾക്ക് ഓൺലൈൻ ഉടമ്പടി ഉപയോഗിക്കാം, ഡേറ്റക്കാൻ്റെ പ്രകസ്റ്റ് ഉപയോഗിക്കാം. പക്ഷേ ഇത് നിങ്ങൾ പ്രാർത്ഥന നേരിട്ട് അമ്മയുടെ തിരുസന്നിധിയിൽ വിശ്വാസത്തിൻ്റെ ശക്തിയിൽ ദൈവസ്നേഹത്തോടെ സമർപ്പിക്കുന്ന സങ്കടങ്ങളാണ്. അത് വലിയൊരു ആശ്വാസമാണ്. ആ വിഷയമേഖലയിൽ 10,000 സൗഖ്യവും ശക്തിയും വിടുതലും ലഭിക്കാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഞങ്ങളുടെ പുതുതായി ആരംഭിക്കാൻ പോകുന്ന ലൈഫ്
കൃപാസനത്തിൻ്റെ നിശബ്ദ പ്രാർത്ഥന നടക്കുന്ന നിത്യാരാധന കേന്ദ്രമുണ്ട്. അവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരു സമൂഹം ഈ വിഷയങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥന നിരതരായിരിക്കും. ഈ അവസരം എല്ലാവരും ദൈവം നമുക്ക് നൽകിയതാണെന്നുള്ള ആന്തരിക ബോധ്യത്തോടു കൂടി സന്തോഷത്തോടെ വിനിയോഗിക്കുക. എല്ലാ ദിവസവും രാവിലെ ഇവിടെ ഉടമ്പടി ആരംഭിക്കുന്നത് 10 മണിക്കാണ്. അവസാനിക്കുന്നത് വൈകുന്നേരം 5:30 മണിയാകുമ്പോഴാണ് അവസാനിക്കുന്നത്. ആ സമയം മുഴുവൻ ഉടമ്പടി നിങ്ങൾക്ക് അതിൻ്റെ ഓരോ ഭാഗങ്ങളും കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നടന്നുകൊണ്ടിരിക്കണം, അതേപടി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് തന്നെ നിങ്ങളുടെ നിയോഗങ്ങൾ അതിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ടൈപ്പ് ചെയ്ത് കയറ്റിയതിന് ശേഷം നിങ്ങൾ അവിടെ തന്നെ മുട്ടിൽ നിന്നുകൊണ്ട് ഒരു സ്വർഗസ്ഥനായ പിതാവും ഒരു നന്മ നിറഞ്ഞവരും ചൊല്ലി വേണം അത് കാഴ്ചവെക്കാൻ. രണ്ടാമത്തെ അറിയിപ്പ്, നമ്മൾ മഹാറാലിയിലേക്ക് പോവുകയാണ്. ഇപ്പം തന്നെ ലോകത്തിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിലേക്ക് ഇവിടെ നിന്ന് എല്ലാ ദിവസവും ആൾക്കാർ 1000 മണിയുടെ അഖണ്ഡ ജപമാല വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ചിലരൊക്കെ ഇൻ്റർനെറ്റിൽ ആപ്ലിക്കേഷൻ വിട്ടിട്ട് ഞങ്ങൾ കൊറിയറായിട്ട് 1000 മണി ജപമാല മറ്റ് രാജ്യങ്ങളിലേക്ക് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവരെല്ലാവരും അതാത് രാജ്യങ്ങളിൽ, നമുക്കറിയാം നമ്മുടെ ജനങ്ങൾ ഇപ്പോൾ പകുതി കേരളത്തിലും പകുതി പുറത്തുമായിട്ടാണ് താമസിക്കുന്നത്. പക്ഷെ പുറത്ത് താമസിക്കുന്നവർക്ക് തന്നെ ഒരു കൂട്ടായ്മയില്ലാത്ത പ്രശ്നങ്ങൾ ശരിക്കും ഉണ്ട്. നമുക്ക് കുറച്ചിടവകളൊക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ടെങ്കിലും ഒരു ഇടവകയും ഇല്ലാത്ത സ്ഥലങ്ങളും ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഉടമ്പടി എടുത്ത് പോയ ആൾക്കാരുണ്ട്. അവിടെയൊക്കെ അവർക്ക് ആ കൂട്ടായ്മ നിലനിർത്തി കൊണ്ടുപോകാനും ആ ഉടമ്പടി എടുത്ത ആൾക്കാർക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് പ്രാർത്ഥിക്കാനും ആ പ്രദേശങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന മറ്റ് സഹോദരങ്ങളെ കൂടി അതിലേക്ക് ചേർക്കാനും അങ്ങനെ വിശ്വാസത്തിൽ നിലനിൽക്കാനും അപ്പോസ്തലികമായൊരു ശുശ്രൂഷയാണ്. കാര്യം അപ്പോസ്തലന്മാർ ചെയ്തുകൊണ്ടിരുന്ന ഇതാണ്. അപ്പോസ്തലന്മാരുടെ പ്രബോധനത്തിൽ വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേകം കഷ്ടപ്പാടുകളുടെ മഹത്വ കിരീടം അണിയണമെന്നും അപ്പോസ്തലന്മാർ ജനങ്ങളെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് ചുറ്റും സഞ്ചരിച്ചെന്നാണ്. അപ്പോൾ വിശ്വാസത്തിൽ സ്ഥിരീകരിച്ച് നിലനിൽക്കുന്നത് ഒരു ദൈവപ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ ഈ ദൈവപ്രവർത്തനം അഭിഷേകം ലഭിച്ച ആൾക്കാർ ലീഡർഷിപ്പ് എടുത്തുകൊണ്ട് ആൾക്കാർ മറ്റുള്ളവരെയും കൂട്ടിക്കൊണ്ട് മനോഹരമായിട്ടാണ് ചെയ്യണത്. ഇപ്പോൾ ഹൂസ്റ്റണിൽ നിന്ന് ഇപ്പോൾ ഒരു ഇമെയിൽ വന്നിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവരവിടെ നമ്മളുടെ 28-ാം തീയതി ഒക്ടോബർ മാസം 28-ാം തീയതി ഇവിടെ റാലി നടക്കുമ്പോൾ തന്നെ ഹൂസ്റ്റണിൽ അവർ സ്പെയിൻകാരെയും ആഫ്രിക്കൻസിനെയും അമേരിക്കൻസിനെയൊക്കെ കൂട്ടിക്കൊണ്ട് കൃപാസനം ജപമാല സഖ്യത്തിൻ്റെ പേരിൽ വലിയൊരു റാലി നടക്കാൻ പോവുകയാണ്. അപ്പോൾ അത് ലോകത്തിലെ എല്ലാ ഭാഗങ്ങൾക്കും മാതൃകയാണ്. കഴിഞ്ഞ കൊല്ലം ഇതുപോലെ തന്നെ അമേരിക്കയിൽ മറ്റൊരു സ്ഥലത്ത് ഇതുപോലെ റാലി ഉണ്ടായിരുന്നു. അത് പിന്നെ പ്രോ ലൈഫായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. പക്ഷെ ഇതുപോലെ നിങ്ങൾക്ക് വ്യത്യസ്തമായ രാജ്യങ്ങളിലുള്ളവർക്കും വ്യത്യസ്തമായ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒക്ടോബർ മാസം 22-ാം തീയതി ഇവിടെ റാലിയുണ്ട്. പക്ഷേ ആ റാലിക്ക് വരാൻ മറ്റ് രാജ്യക്കാർക്ക് ഒത്തിരി പേര് വരുന്നുണ്ട്. ഒത്തിരി പേര് സ്ഥലങ്ങളിലൊക്കെ എല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ബുക്ക് ചെയ്ത് വരാൻ പറ്റാത്തവർ അവരുടെ രാജ്യങ്ങളിൽ ഇതുപോലെ അടുത്തുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് ജപമാല ചൊല്ലി റാലി നടത്തേണ്ടതാണ്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ജപമാല എന്തുകൊണ്ടാണ് ജപമാല ചൊല്ലണം? നമ്മുടെ ആസ്തിയും ശക്തിയും എന്ന് പറയുന്നത് ജപമാലയാണ്. നമ്മളിവിടം വരെ എത്തിയത് അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ടതും അതിൻ്റെ പേരിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഉണ്ടായതും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയപ്പോൾ അമ്മ ഉടമ്പടി തന്നതും ഉടമ്പടിയിലൂടെ ലക്ഷോപലക്ഷം ജനങ്ങൾ ശക്തിയും സൗഖ്യവും വിടുതലും പ്രാപിച്ചതും ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ആധ്യാത്മിക മുന്നേറ്റമായത് മാറിക്കൊണ്ടിരിക്കുന്നതും എല്ലാം ജപമാലയുടെ ബേസ്മെൻറ്റിലാണ്. നിങ്ങൾക്കറിയാമല്ലോ ജപമാല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റാത്തത്? ഒന്നാമത്തേൽ ഇതിൽ അപ്പോസ്തലന്മാരുടെ കാലത്ത് അവർ പ്രഘോഷിച്ച അതിന് നമ്മൾ കെരിഗ്മ എന്നാണ് പറയണത്. കെരിഗ്മ അപ്പോസ്തലന്മാരുടെ പ്രബോധനങ്ങളുടെ ഉള്ളടക്കങ്ങളെ കെരിഗ്മ എന്നാണ് പറയണത്. അപ്പോസ്തലിക് ടീച്ചിങ് ഗ്രീക്കാണ്. അപ്പോൾ അവരുടെ ടീച്ചിങ്ങിൻ്റെ കണ്ടൻറ്റ് ഇതായിരുന്നു. ആ കണ്ടൻറ്റ് അതേപടി ജപമാലയിലുണ്ട്. അതാണ് ജപമാല ഇങ്ങനെ ഇടിവെട്ടായിട്ട് നിൽക്കുന്നതിൻ്റെ കാരണം. അപ്പോസ്തലിക് ടീച്ചിങ്ങിൻ്റെ കണ്ടൻറ്റ് 4 കണ്ടൻറ്റാണുള്ളത്. അതായത് 1 ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചുള്ള ദീർഘദർശികളുടെ പ്രബോധനങ്ങൾ,
രണ്ടാമത്തത് ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം, മൂന്നാമത്തത് ക്രിസ്തുവിൻ്റെ രക്ഷാകരമായ മരണം, നാലാമത്തത് ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും വീണ്ടും വരവും. ഇത്രയും കാര്യങ്ങളാണ് കെരിഗ്മയിലുള്ളത്. കെരിഗ്മ അപ്പോസ്തല പ്രബോധനങ്ങൾ അതേപടി കെരിഗ്മ സെറ്റ് ഇൻ ടു പ്രയർ. കെരിഗ്മയെ പ്രാർത്ഥനയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ലോകത്തിലെ എല്ലാ സഭകളിലുമുള്ള ഇതിനേക്കാൾ ഏറ്റവും ലളിതമായ ശക്തമായ രൂപം എന്ന് പറയുന്നത് ജപമാലയാണ്. അപ്പം അതുകൊണ്ട് ദൈവം അത് ദൈവത്തിൻ്റെ കൈവപ്പുള്ള പ്രാർത്ഥനയാണ്. അതുകൊണ്ട് അതിൻ്റെ വചനമുണ്ട്, രക്ഷാകര ചരിത്രമുണ്ട്. അതേസമയം തന്നെ വചനത്തെ പ്രാർത്ഥനയാക്കുന്ന പ്രാർത്ഥന പോലും വചനങ്ങളാണ്. സ്വർഗ്ഗസ്ഥനായ പിതാവും നന്മ നിറഞ്ഞ മറിയവും 6 വചനങ്ങളാണ്. അതായത് അത്രയ്ക്ക് വചന നിബിഡവും വചനബന്ധവും വചനശക്തവുമായ ഒരു സ്പിരിച്വൽ എക്സ്പ്ലോഷീവാണ് ശരിക്കും പറഞ്ഞാൽ ജപമാല. അത് ആർക്കാണ് ബലമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സത്യം മനസ്സിലാക്കിയിട്ട് അതിൻ്റെ TMD, അതിൻ്റെ ഇന്ധനക്ഷമത മനസ്സിലാക്കിയിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്ന പവർഫുൾ സ്കിൽഫുള്ളായിട്ടുള്ള റോസറി റിസൈറ്റേഴ്സ് ഉണ്ട് ഇന്ന് സഭയിൽ. ചിലരിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പ്രാർത്ഥനാ രൂപം പോലെ ഈ ചവിട്ടോർമ്മ ചരണം പോലെ ഇപ്പോഴും ചില അമ്മാമ്മമാരെ ചെല്ലുന്നുണ്ടെങ്കിലും ജപമാലയിലുള്ള ഓരോ മണികളെയും ഓരോ ബുള്ളറ്റ് പോലെ ഇങ്ങനെ കൃത്യമായിട്ട് ഷാർപ്പ് ഷൂട്ട് ചെയ്തു പോകുന്ന ആൾക്കാർ പഠിച്ചിട്ടാണ് ചെയ്യണത്. കാര്യം ഓരോ വിഷയം, രക്ഷാകര സംഭവങ്ങൾ, യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറഞ്ഞ് ദൈവനെ മരിച്ചോന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് വിശ്വാസം ജപമാലയായിട്ട് പ്രഘോഷിക്കുകയും റാലിയായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന വലിയ സുവിശേഷ മുന്നേറ്റമാണ് ജപമാല റാലി എന്ന് പറയുന്നത്.